ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ആദ്യം തന്നെ ചായയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഏതാണ്ട് 5 മണിയായി. അപ്പോൾ തന്നെ ചായ കുടിച്ച് തുടങ്ങാമെന്ന് കരുതി. അങ്ങനെ ചായയൊക്കെ ഇട്ട് നേരെ ഞാൻ ബാൽക്കണിയിലോട്ടാണ് പോയത്. അവിടെ പോയി ആകാശമൊക്കെ കണ്ടിരിക്കുന്ന നല്ല രസമാണ്. ഇങ്ങനെ ഇരുന്നപ്പോൾ കാണാം അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഇവിടുത്തെ കുറച്ച് അതിഥികൾ പോയി ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ അവരവിടെ ഇരുന്ന് സമയം പോലെ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവരെ ശല്യം ഞാൻ ചെയ്യാനായിട്ട് പോയില്ല. പിന്നെ എന്തെങ്കിലും വായിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ബാൽക്കണിയിൽ പോയിരുന്നു ചായയും കുടിച്ച് ബൈബിൾ തന്നെ വായിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ ദിവസം ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. ഓൾറെഡി ലേറ്റായിട്ടൊക്കെ ഉറക്കം എഴുന്നേറ്റത്. പിന്നെ ഞാൻ ബൈബിൾ വായിച്ചു. അതുപോലെ തന്നെയാണ് ഞാൻ പൗരുഷൻ ചാനലും ഡെയിലി കാണുന്ന ഒരാളാണ്. പൗരുഷൻ ചാനലിൽ എല്ലാ പ്രോഗ്രാംസ് ഒന്നും കണ്ടില്ലെങ്കിലും ഒരു പ്രോഗ്രാം, അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടൈം 6:30 7 മണിക്കാണോ എന്നറിയില്ല, അതിരാവിലെ തിരുസന്നിധിയിലെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമുണ്ട്. അത് ഞാൻ കാണുന്ന ഒരാളാണ്. ഇൻ കേസ് ഞാൻ രാവിലെ എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ ടൈമിൽ ഞാനത് കണ്ട് ആ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിരിക്കും. കാരണം എനിക്കത് പേഴ്സണലി എനിക്കത് നല്ലത് മാത്രമേ അത് കണ്ടതിലൂടെ അല്ലെങ്കിൽ അത് കാണുന്ന ദിവസം എനിക്കത് നല്ലതാണ്. എനിക്ക് നല്ല നല്ല കാര്യങ്ങളാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഇൻ കേസ് അത് ചിലപ്പോൾ അത് വചനമായിരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു വാക്കായിരിക്കും. അതൊക്കെ എനിക്കത് പേഴ്സണലി എനിക്കത് പോസിറ്റീവാണ്. എനിക്കത് നല്ല കാര്യങ്ങളാണ് അന്നത്തെ ദിവസങ്ങളൊക്കെ സംഭവിക്കുന്നത്. കാരണം ഞാനത് മിസ് ചെയ്യാണ്ട് കാണും. ഇപ്പോൾ അവരാണെങ്കിൽ റോമൻസ് തുടങ്ങിയിട്ടുണ്ട്, റോമർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ അത് ഞാനത് ഇന്നത്തെ വചനവും ഞാൻ റോമർ തന്നെയാണ് വായിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. അപ്പോൾ ഞാനത് വായിച്ചു. പിന്നെ റോമറിൻ്റെ എല്ലാ അധ്യായങ്ങളും ഞാൻ ഈ കുഞ്ഞു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീല കളർ കുഞ്ഞു പേപ്പർ. അതിൽ ഞാൻ വായിക്കുന്നതനുസരിച്ച് ഞാനത് മാർക്ക് ചെയ്ത് പോകും. ഞാൻ പിന്നെ മറന്നു പോകത്തില്ലല്ലോ ഇന്നലെ ഏതാ വായിച്ചത് എന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും വരില്ല. അതങ്ങനെ വായിച്ചൊക്കെ കഴിഞ്ഞ് അടച്ചു വെച്ചു. പിന്നെ കുറച്ച് നേരം ആ ചെടികളുടെ അടുത്തൊക്കെ പോയി നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. കാരണം ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ മഴയുള്ളത് കൊണ്ട് തന്നെ അവർക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല, എല്ലാവരും നല്ല രീതിക്ക് തന്നെ നിൽപ്പുണ്ട്. പിന്നെ പോയി അവിടെ നിന്ന് ബാൽക്കണിയിലൊക്കെ പോയി നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലൊക്കെ ഒരു കുഞ്ഞു വാവയൊക്കെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ നോക്കി നിന്ന് അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ റോസ നോക്കിയപ്പോൾ കാണാം അതിൽ മുട്ട നോക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി. അങ്ങനെ ഫോൺ എടുത്തിട്ട് വന്നത് നാരങ്ങയിൽ നോക്കിയപ്പോൾ കാണാം, നമ്മുടെ കലമാൻസി നോക്കിയപ്പോൾ കാണാം നിറയെ പൂ നോക്കുന്നുണ്ട്. പക്ഷേ മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളൊക്കെ താഴെ വീണ് കിടപ്പുണ്ട്. എന്നാലും അത് പോയത് പോട്ടെ, ഇനി ഉള്ളതിൽ നല്ല കാ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് നിങ്ങളെ കലമാൻസി കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു ഓറഞ്ച് പോലെ നമുക്ക് തോന്നും, ഒരു പച്ച കളറും ഓറഞ്ച് ഷെയ്ഡൊക്കെ വന്നിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇതിലാണെങ്കിൽ ചെറിയ കേടും വന്നിട്ടുണ്ട്. എന്തായാലും നല്ല മണമാണ് കേട്ടോ, കലമാൻസി നല്ല മണമാണ്. എന്തായാലും കയ്യിലിരുന്നോട്ടെ. അത് കഴിഞ്ഞത് റോസയുടെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും 2 മുട്ട നല്ല രീതിക്ക് നിൽപ്പുണ്ട്. ഒരെണ്ണം കുഞ്ഞു മുട്ടാണ്, വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇവരും 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു പൂക്കും എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ ടൈം ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നതായിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ആകാശമൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്കും എൻ്റെ കോളേജിൻ്റെ ബിൽഡിംഗ് കണ്ടു. എൻ്റെ കോളേജ് തൊട്ടടുത്ത് തന്നെയാണ്, അങ്ങനെ കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു വിമാനം പോകുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു വൈബ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വിമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത്രയ്ക്കും എയർപോർട്ട് ഇവിടെ തൊട്ടടുത്താണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ഹൈറ്റിൽ വിമാനം പോകുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും പിന്നെ മഴയൊക്കെ പെയ്തു. പിന്നെ അതിൻ്റെ അകത്ത് കയറി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.